പ്രകൃതിക്കൊത്ത് കൃഷിയും അറിവും ആരോഗ്യവും എന്നത് ആര്യനാട് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാട് തന്ത്രവും. ഭരണമെന്നാൽ ഫണ്ട് ചെലവാക്കലല്ല, സേവനമാണെന്ന സന്ദേശം. പ്രാദേശിക സർക്കാരിന്റെ ഉത്തമ മാതൃകയായി പഞ്ചായത്ത് ആസ്ഥാനം, സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സംവിധാനം, നിലനിൽക്കുന്ന ISO പദവി, ലഭ്യമായ 6 കോടിയിൽ 5 കോടിയും ഉൽപാദന സേവന മേഖലകൾക്ക്. ഇത് മാതൃകാപരമാണ്. അധികാര വികേന്ദ്രീകരണം ജനകീയ ആസൂത്രണത്തിന്റെ ആണിക്കല്ലാണ്. ഇവിടെ വാർഡ് തല ആസൂത്രണ സമിതി ഉണ്ടാക്കി 50 പേരടങ്ങുന്ന കുടുംബ കൂട്ടായ്മകൾ രൂപീകരിച്ച് അടിത്തട്ടിലെ പ്രാദേശിക സർക്കാരായി പ്രവർത്തിപ്പിക്കുവാൻ സജ്ജമായ ഗ്രാമഭവനുകൾ. വാർഡ് മെമ്പർ ആ സർക്കാരിന്റെ ഭരണത്തലവൻ. ഓരോ വാർഡിലെയും ഏതാവശ്യവും അത് നേടിയെടുക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസിന് പകരം ഗ്രാമഭവനുകൾ. വാർഡ് തല ആസൂത്രണ സമിതികൾക്കുമുണ്ട് ചില നൂതന സവിശേഷതകൾ. പ്രവർത്തനങ്ങൾക്ക് വാർഡ് തല വികസന രേഖ, കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ അടിസ്ഥാന വികസന കാഴ്ചപ്പാടായി മാറുന്നു. സമിതിക്ക് സ്വന്തമായി ബൈലായും പ്രവർത്തന മാനുവലും, ശക്തമായ ദിശാഗതി നിയന്ത്രണം, എല്ലാം ആധുനിക സൗകര്യങ്ങളോടെ. ഭരണമോ ഭരണസമിതിയോ മാറിയാലും പദ്ധതികൾ അവസാനിക്കുന്നില്ല. ലക്ഷ്യത്തിലെത്തും വരെ അത് തുടരണമെന്നതിൽ നിർബന്ധം. സർക്കാർ ഫണ്ടിനേക്കാൾ അധിക മൂല്യം മനുഷ്യ വിഭവശേഷിക്കുണ്ടെന്ന് പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു ആര്യനാട് ഗ്രാമപഞ്ചായത്ത്. പ്രവർത്തനങ്ങളും നയങ്ങളുമെല്ലാം പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അഥവാ PPP അടിസ്ഥാനത്തിൽ. സേവനവും സഹകരണവും കൂട്ടായ്മയും കൊണ്ട് നാട് നന്നാവൂ എന്ന് പറയാൻ ഇവിടെ ഗ്രാമമുഖ്യന് തെല്ലും ശങ്കയില്ല.